നമസ്കാരം. ശ്രീമദ് ഭാഗവതം മൂലം പ്രഭാഷണം ഭാഗം 465 465. ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വതേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ രംഗനാഥശർമ്മണേ നമഃ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമഃ. ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. ഓം ശ്രീ രുക്മിണി സത്യഭാമ സമേത ശ്രീ ഗോപാലകൃഷ്ണസ്വാമിനേ നമഃ. ശ്രീമദ് ഭാഗവതം പഞ്ചമസ്കന്ധം 6-ാം അധ്യായത്തിൽ 11-ാമത്തെ ശ്ലോകം മുതൽക്കാണെന്ന് പറയേണ്ടത്. ശ്ലോകം തേ ച ഹ്യർവാക്താനയാ നിജലോകയാത്രായാ അന്തപരമ്പരയാ ആശ്വസ്താസ്തം അസ്യന്തേ സ്വയം ഏവ പ്രവർത്തിഷ്യന്തി. ഈ ശ്ലോകത്തിൻ്റെ വാക്കാർത്ഥം പറയുമ്പോൾ പുതിയ രീതിയിലുണ്ടായ സ്വവ്യാപാരത്താൽ സ്വന്തം പ്രവൃത്തി കൊണ്ട് കാട്ടിയത് കാട്ടുകയെന്ന ന്യായത്താൽ ഒരാൾ കാട്ടിയത് വേറൊരാൾ കാണിക്കുക എന്ന ന്യായത്താൽ വിശ്വാസം വെച്ചവരായിട്ട് ഘോര നരകത്തിൽ അവർ താനേ തന്നെ വീഴും. എന്താ ഈ പറഞ്ഞതിൻ്റെ താല്പര്യം? വസ്തുതാപരമായിട്ടുള്ള അറിവില്ലാതെ കണ്ട് മറ്റുള്ളവർ കാണിച്ചാൽ നമ്മൾ നരകത്തിൽ പോയി ചേരുന്ന പറഞ്ഞതിൻ്റെ താല്പര്യം. ഈ ഭാഗവത സപ്താഹത്തിൽ ഇങ്ങനൊരു ശ്ലോകം ഉണ്ട് എന്നുള്ളത് എന്തുകൊണ്ടാണ് പൊതുജനങ്ങൾ മനസ്സിലാക്കാത്തത്? അതിൻ്റെ ഭാവാർത്ഥം ശ്രദ്ധിച്ചോളൂ. വളരെ ശ്രദ്ധിച്ചാൽ നമുക്ക് രക്ഷപ്പെടാവുന്നതേ ഉള്ളൂ. ഈ വിധം നടക്കുന്നതിൻ്റെ ഫലം പറയുന്നു. തങ്ങൾ തന്നെ സ്വേച്ഛയാ നിശ്ചയിച്ച പരമ്പരയെന്ന ബോധത്താൽ ഇതുതന്നെ നല്ല മാർഗം എന്ന് വിശ്വസിക്കുന്നവരായ അവർ ഈ വിധം പാഷണ്ഡ സമ്പ്രദായത്താൽ ആട്ടു നടത്തുന്നുണ്ടല്ലോ, കള്ള്, കോഴി, ചാരായം, കുറേ തല വെട്ടിപ്പൊളിക്കുക, പിന്നെ ചൂരിൽ കൊണ്ട് പുറത്തടിക്കുക, അല്ലെങ്കിൽ തിളച്ച എണ്ണയിൽ കൈ മുക്കുക, പായസം വാരി കൊടുക്കുക, ഇതൊന്നും ശുദ്ധഭക്തിയല്ല. ശുദ്ധഭക്തി എന്ന് പറഞ്ഞാൽ എന്താ? തനിക്ക് താൻ തന്നെ നുള്ളിയാൽ വേദനിക്കുന്നുള്ളപ്പോൾ ശരീരത്തെ പീഡിപ്പിക്കാൻ പറ്റുമോ? ഈ ശരീരം എന്താണ്? ശരീരം ബ്രഹ്മചൈതന്യത്തിന് പ്രകടമാവാനുള്ള ക്ഷേത്രം ആണ്. ഈ ശരീരത്തിന് ക്ഷേത്രം എന്നാ പറയാം. ഇതൊന്നും അറിയാതെ കണ്ട് വാളെടുത്തവൻ വെളിച്ചപ്പാട് എന്ന് പറഞ്ഞാൽ അങ്ങനെ ശരിയാവുമോ? ഇല്ല. അപ്പോൾ ഈ ഒരു ശ്ലോകം നമ്മൾ എന്ത് ചെയ്യണം? വളരെയധികം ശ്രദ്ധിച്ച് ചെയ്യേണ്ട കാര്യങ്ങളാണ് എന്ന് മനസ്സിലാക്കുക. അതായത് പേജ് 99 ഈ ടെസ്റ്റിൽ 99 എന്താ പറയുക, പിന്നെ അജ്ഞാനം എന്ന് എഴുതുക, അല്ലാണ്ട് ഇപ്പം നിവൃത്തിയില്ലല്ലോ. അജ്ഞാനം ആർക്കെങ്കിലും പെട്ടെന്ന് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റും. ഇനി അപ്പോൾ പറഞ്ഞു, ഈ വിധം പാഷണ്ഡ സമ്പ്രദായത്താൽ അതികഠിന ദുഃഖങ്ങൾ അനുഭവിപ്പാനുള്ള സ്ഥാനമായ ഘോര നരകത്തിൽ ചെന്ന് വീഴുന്ന പറഞ്ഞതിൻ്റെ താല്പര്യം. ഇനി 12-ാമത്തെ ശ്ലോകം. അയം അവതാരോ രജസോപപ്ലുതകൈവല്യോപശിക്ഷണാർത്ഥ തസ്യാനുഗുണാൻ ശ്ലോകാൻ ഗായന്തി. അപ്പോൾ ഈ 12-ാമത്തെ ശ്ലോകം ഞാൻ വായിച്ചു. അവിടെ നിൽക്കട്ടെ ഒരു മിനിറ്റ്. ഈ ശബരിമലയ്ക്ക് പോകുമ്പോൾ പേട്ട തുള്ളുക എന്നുള്ള ഒരു കാര്യമുണ്ടല്ലേ, അതുകൊണ്ട് ആർക്കാ ലാഭം? വേഷം കെട്ടിത്തരുന്നവനോ, വേഷം കെട്ടാൻ ഉപയോഗിക്കുന്ന വസ്തുക്കൾ വിൽക്കുന്നവനോ, അല്ലെങ്കിൽ തുടങ്ങുന്ന സ്ഥലത്തും അവസാനിക്കുന്ന സ്ഥലത്തുള്ള ക്ഷേത്ര ഭണ്ഡാരത്തിനോ? എന്താണ് അതിൻ്റെ കേട്ടുകേൾവി? എന്താ? ഭഗവാൻ എന്താ പറയുക, മഹിഷീനെ കൊല്ലാൻ പോയപ്പോൾ പല ആൾക്കാരും യുദ്ധത്തിന്
സന്നിഹിതരായിട്ട് പോയി എന്നാണ് അല്ലേ? അങ്ങനെയാണല്ലോ നമ്മൾ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഭാരതം എന്ന രാജ്യത്തെ മറ്റുള്ളവർ ആക്രമിക്കുമ്പോൾ നമ്മൾ എന്തുകൊണ്ട് പട്ടാളത്തിൽ ചേരുന്നില്ല? മറിച്ച് രാഷ്ട്രീയ മുതൽക്കൂട്ടിന് വേണ്ടി നമ്മൾ പക്ഷം ചേർന്നിട്ടല്ലേ പെരുമാറുന്നത് അസംബ്ലിയിലും പാർലമെൻറ്റിലൊക്കെ? അപ്പോൾ ഭാരതീയ തത്വശാസ്ത്രങ്ങൾ ഗഹനമായിട്ട് പഠിച്ച ഒരാൾക്ക് ഇങ്ങനെ പെരുമാറാൻ പറ്റുമോ? ഇല്ല. ഇതാണ് എനിക്ക് പറയണമെന്ന് തോന്നി, ഞാൻ പറഞ്ഞു, അത്രയേ ഉള്ളൂ. ഇനി ഈ അയം അവതാരോ രജസോപപ്ലുതൈ കൈവല്യോപശിക്ഷണാർത്ഥ തസ്യാനുഗുണാൻ ശ്ലോകാൻ ഗായന്തി. അതിൻ്റെ വാക്കാർത്ഥം പറയാം. രജോ ഗുണത്താൽ വ്യാപ്തന്മാർക്ക് മോക്ഷമാർഗത്തെ അഭ്യസിക്കുന്നതായ പ്രയോജനത്തോടു കൂടിയതാണ് ഈ അവതാരം. അതിനെ അനുസരിച്ചുള്ള പദ്യങ്ങളെ പാടുന്നു. അതെന്താണെന്ന് നോക്കാം. എന്നാൽ ഈ അവതാരം ലോകത്തിൽ ദോഷത്തെ വർദ്ധിപ്പിക്കുന്നതല്ലയോ എന്ന് ശങ്കിക്കേണ്ട. രജോ ഗുണം നിമിത്തം വിവേകം കുറഞ്ഞവരെ ഉദ്ബോധിപ്പിച്ച് മോക്ഷമാർഗത്തിൽ പ്രവേശിപ്പിക്കുവാനാണ് ഈ അവതാരത്തെ ഭഗവാൻ സ്വീകരിച്ചത്. അപ്പോൾ ഭഗവാൻ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ അതിന് തക്കതായ കാരണമുണ്ട്. അപ്പോൾ രാജർഷിമാരാണെങ്കിലും മുമുക്ഷത്തിലേക്കുള്ള കർമ്മങ്ങളെ അവർ ചെയ്യാവൂ എന്നാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇനി പറയണു, പാപകർമ്മഫലം അനുഭവിക്കുവാനായി ജനിച്ചിരിക്കുന്ന നികൃഷ്ടന്മാർ ആചരിച്ചതായ പാകണ്ഡമാർഗം ഭഗവത് ഇഷ്ടമല്ല. ഭഗവാൻ ഇഷ്ടമല്ല ഈ ആട്ടും മാട്ടും ഒന്നും ചെയ്യണത്. അല്ലെങ്കിൽ തല്ലി പൊളിക്കുക, ശൂലം പഴനിയാണ്ടവൻ്റെ പേരും പറഞ്ഞിട്ട് കവിളിൽ ശൂലം തറയ്ക്കുക, ഗരുഡൻ തൂക്കം പറഞ്ഞിട്ടൊന്ന്, അതൊക്കെ സത്യം പറഞ്ഞാൽ വസ്തുതകൾക്ക് നിരക്കാത്തതാണ്. അനാചാരങ്ങൾ ആരോ തുടങ്ങി വെച്ചു, നമ്മൾ കണ്ണും മൂടിയിട്ട് അതങ്ങനെ അനുസരിക്കുകയാണ്. അതേമാതിരി ക്ഷേത്രങ്ങളിൽ ആന എഴുന്നള്ളിക്കണം എന്നുള്ളതൊരു അനാചാരമാണ്. പടക്കം പൊട്ടിക്കണം എന്നുള്ളത് ഒരു അനാചാരമാണ്. അല്ലാന്ന് പറഞ്ഞാൽ ഞാൻ സമ്മതിക്കില്ല. അപ്പോൾ ഇവിടെ പറഞ്ഞു, അവിവേകികൾ കൽപ്പിച്ചുണ്ടാക്കിയതാണ് പാകണ്ഡമതം. അവിവേകികൾ ഭഗവാന്റെ അവതാര പ്രയോജനങ്ങളെ സൂചിപ്പിക്കുന്ന പദ്യങ്ങളെ മഹാന്മാർ ഗാനം ചെയ്യുന്നുണ്ട് എന്നായി. ഇനി 13ാമത്തെ ശ്ലോകം പറയണു. അഹോ ഭുവ സപ്തസമുദ്രവത്യാദീപേഷു സർവേഷു പുണ്യമേതൽ ഗായന്തി യത്രത്യ ജനാമുരാരേ കർമാണി ഭദ്രാണ്യവതാരവന്തി. ഇതാണ് ശ്ലോകം. എന്താ അതിൻ്റെ വാക്കാർത്ഥം പറയണത്? 7 സമുദ്രങ്ങളോട് കൂടിയ ഭൂമിയുടെ എല്ലാ ദ്വീപുകളിലും അധികരിച്ച പുണ്യത്തോടു കൂടിയതാകുന്നു യാതൊന്നിലെ ജനങ്ങൾ മുരാരിയുടെ അവതാരങ്ങളോടുകൂടിയ മംഗളകർമ്മങ്ങളെ പാടുന്നു. മുരൻ എന്ന അസുരനെ വധിച്ച ശ്രീഹരിയുടെ അവതാരങ്ങളെപ്പറ്റി നമുക്ക് പാടാം എന്നാണ് പറഞ്ഞത്. അതിൻ്റെ ഭാവാർത്ഥം, അഹോ ആശ്ചര്യം, 7 സമുദ്രങ്ങളാൽ ചുറ്റപ്പെട്ട ഭൂമിയിലുള്ള ദ്വീപുകളിലും ഖണ്ഡങ്ങളിലും വെച്ച് ഈ ഭാരതഖണ്ഡം തന്നെ അധികം പുണ്യമുള്ളത് എന്ന് എത്ര ഭാരതീയർക്കറിയാം, എത്ര ഭാഗവത ഉപാസകന്മാർക്കറിയാം. എന്തുകൊണ്ട് അവർ പറയണില്ല? എന്തുകൊണ്ട് അവർ മറ്റുള്ളവരെ പ്രേരിപ്പിക്കണില്ല? പിന്നെ പറയണു, എന്തുകൊണ്ടെന്നാൽ അവിടെയുള്ള ജനങ്ങൾ പാപഹരങ്ങളായ ഭഗവത് അവതാര കർമ്മങ്ങളെ കീർത്തിക്കുന്നു എന്നാണ്. പാപങ്ങളെ ഹരിക്കുന്ന കർമ്മങ്ങളാണ് ചെയ്യേണ്ടത്. പിന്നെ സർവേഷു എന്ന സ്ഥാനത്ത് മറ്റു പാഠങ്ങൾ വർഷേഷു എന്നാണ് കാണുന്നത്. ഭാരതവർഷത്തെ മാത്രം വാഴ്ത്തുന്നത് കാരണം വർഷേഷു എന്ന പദം ഉചിതം തന്നെ എന്ന് പറഞ്ഞു. ശരി, ഇനി അടുത്ത ശ്ലോകം 14. അഹോ നു വംശോ യസസാവതാദ പ്രയ്യവ്രതോ യത്ര പുമാൻ പുരാണ
കൃതാവതാരാ പുരുഷ സ ആദ്യ ചചാരധർമ്മം യഥകർമ്മഹേതും. എന്താ അതിൻ്റെ അർത്ഥം പറയണത്? പ്രിയവ്രതനെ സംബന്ധിച്ചതായ വംശം ആകട്ടെ കീർത്തിയാൽ ശുഭ്രമായിരിക്കുന്നു. അതായത് വെളുത്ത നിറമുള്ളത് എന്ന് പറഞ്ഞാൽ എന്താ? ശുഭ്രം എന്ന് പറഞ്ഞാൽ മംഗളം എന്നർത്ഥം പറയും. യാതൊന്നിൽ പൂർവമേയുള്ളവനും ആദികാരണവുമായിരിക്കുന്ന പുരുഷൻ അവതാരം ചെയ്തവനായിട്ട് കർമ്മം കാരണമല്ലാതിരിക്കുന്ന ധർമ്മം യാതൊന്നോ അതിനെ അനുഷ്ഠിച്ചു. കർമ്മം അല്ല കാരണം. എന്തിന്? അവതാരത്തിന്. ഭഗവാന്റെ ഇച്ഛയാണത്. ഇനി അതിൻ്റെ ഭാവാർത്ഥം പറയാം. പ്രിയവ്രതൻ്റെ വംശം കീർത്തിയാൽ അത്യന്തം ശുദ്ധമായിരിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അനാദിയും ലോകത്തിൻ്റെ ആദികാരണവുമായിരിക്കുന്ന ശ്രീ ഭഗവാൻ ആ വംശത്തിൽ അവതരിച്ചിട്ട് മോക്ഷസാധനമായിരിക്കുന്ന ധർമ്മം അനുഷ്ഠിച്ചു എന്നാണ്. മോക്ഷം അതാണ് ആവശ്യം. 15ാമത്തെ ശ്ലോകം. കോ ന്വസ്യ കാഷ്ടാമപരോ അനുഗച്ഛ മനോരഥേന അപ്യഭവസ്യ യോഗി യോ യോഗമായാ സ്പൃഹയത്യുതസ്ഥാ ഹ്യസത്തയാ യേന കൃതപ്രയത്നം. അതായത് കൃതപ്രയത്ന ചെയ്യപ്പെട്ട പരിശ്രമത്തോടു കൂടിയ യോഗമായകൾ അവസ്തു ബുദ്ധിയാൽ. അവസ്തു ബുദ്ധി എന്ന് പറഞ്ഞെന്താ? അസത്തായത്, വസ്തുതാ ബന്ധമില്ലാത്തത്. ഏന യാതൊരുവനാൽ ഉദസ്ത നിരസിക്കപ്പെട്ടുവോ ജന്മാതിരഹിതനായ ഇവൻ്റെ അവസ്ഥയെ അന്യനായ ഏതൊരു യോഗി സങ്കല്പത്താൽ കൂടി അനുഗമിക്കും. യാതൊരുവൻ ആ സിദ്ധികളെ ആഗ്രഹിക്കുന്നു എന്നൊക്കെ പറഞ്ഞു. അതിൻ്റെ ഭാവാർത്ഥം ശ്രദ്ധിക്കുക. ജന്മാദി വികാരങ്ങളില്ലാതിരിക്കുന്ന യാതൊരു ഭഗവാൻ. ഭഗവാൻ എന്ന് പറഞ്ഞാരാ? ജന്മ മരണങ്ങളൊന്നും ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ പിന്നെ എങ്ങനെ മനുഷ്യൻ ആവുക? പറഞ്ഞ വിഷയം. അപ്പം സമീപത്തു വന്ന യോഗസിദ്ധികളെ നശ്വരങ്ങളാണെന്ന് കണ്ടതിനാൽ ദൂരെ നിരസിച്ചുവോ ആ സിദ്ധികൾ ലഭിപ്പാനായി ഏറ്റവും കാക്ഷിക്കുന്ന ഇതര യോഗി ഈ മഹാന്റെ നിലയെ മനസ്സാഭി കാക്ഷിക്കാൻ ശക്തനല്ല. സിദ്ധികളെ ത്യജിക്കാനാണ് ഭഗവാൻ പറഞ്ഞത്. ഭഗവാനെ ഉപാസിച്ച് സ്വന്തമാക്കുക, മോക്ഷം പ്രാപിക്കുക. അപ്പോൾ ഭാഗ്യവും സ്വർഗവും ഒന്നും ഭഗവാന്റെ അവതാരത്തിലല്ല, ഇല്ല. കർമ്മം ചെയ്യുക നമ്മുടെ ലക്ഷ്യം. കർമ്മഫലം തരുന്നത് ഈശ്വരനല്ല. നിഷ്കാമകർമ്മമാണ് പറഞ്ഞത്. ഇനി 16ാമത്തെ ശ്ലോകം. ഇതി ഹസ്മ സകലവേദലോകദേവ ബ്രാഹ്മണഗവാം പരമഗുരോർഭഗവത ഋഷഭാക്യസ്യ വിശുദ്ധചരിതം ഈരിതം പുംസാം സമസ്ത ദുശ്ചിരതാഭിഹരണം പരമമഹാമംഗളായ നമിതമനുശ്രദ്ധയോപചിതയാനുശൃണോത്യാശ്രാവയതി വാവഹിതോ ഭഗവതി തസ്മിൻ വാസുദേവ ഏകാന്തതോ ഭക്തിരനയോരഭി സമനുവർത്തതേ. ഇതാണ് ശ്ലോകം. അതിൻ്റെ വാക്കാർത്ഥം പറയുന്നത് സകല വേദങ്ങൾ, ശാസ്ത്രങ്ങൾ, ദേവന്മാർ, ബ്രാഹ്മണർ, പശുക്കൾ ഇവരുടെ പരമഗുരുവും ആര്? ഭഗവാൻ. ഇവരുടെയൊക്കെ പരമഗുരുവാണ്. ഋഷഭൻ എന്ന നാമം ധരിച്ചവനുമായ ഭഗവാന്റെ പരിശുദ്ധമായ ധർമാചരണം പറയപ്പെട്ടു. ജനങ്ങളുടെ സകല പാപങ്ങളെയും നശിപ്പിക്കുന്നതും. ഏതൊരു കർമ്മമാണ് ജനങ്ങളുടെ പാപം കൂട്ടണത്? അത് അധർമ്മം. ഏതൊരു ധർമ്മമാണ് പാപങ്ങളെ ഹരിക്കുന്നത്? അത് ധർമ്മം. അപ്പോൾ അധർമ്മവും ധർമ്മവും കൂടിയിട്ടുള്ളൊരു വ്യത്യാസം നമ്മൾ മനസ്സിലാക്കണം. എന്നിട്ടോ പിന്നെ അത്യുത്കൃഷ്ടമായ മംഗളത്തെ സാധിപ്പിക്കുന്നതുമായ ഇതിനെ വർദ്ധിച്ചു വരുന്ന നിരന്തര ശ്രദ്ധയോടുകൂടി, നിരന്തര ശ്രദ്ധ വേണം ഇതിന്.
മനസ്സിരുത്തുവാനായിട്ട് യാതൊരുവൻ നിരന്തരം കേൾക്കുന്നുവോ, ആൾവേസ് സദാസേവ്യ കേൾപ്പിക്കുന്നുവോ, അതാണ് ഞാൻ ചെയ്യണത്. ഞാൻ കേൾക്കണം, ഞാൻ തന്നെ കേൾപ്പിക്കണം. ഇവർക്കും ഭഗവാനായ ആ വാസുദേവനിൽ അവ്യഭിചാരിണിയായ ഭക്തി എന്നാണ്. അതായത് അവ്യഭിചാരിണി എന്ന് പറഞ്ഞാൽ വ്യഭിചാരമല്ലാത്ത ഭക്തി എന്നർത്ഥം. വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണത് കേട്ടോ. ക്രമത്തിലുണ്ടാകുന്ന, പെട്ടെന്നുണ്ടാവില്ല, ക്രമത്തിലുണ്ടാകുന്നുള്ളത് വേറൊരു പ്രധാന കാര്യമാണ്. ഇനി അതിൻ്റെ ഭാവാർത്ഥം ഇപ്രകാരം. ഈ പ്രകരണം അവസാനിപ്പിക്കുവാനായതുകൊണ്ട് അതിൻ്റെ ശ്രവണ കീർത്തന ഫലങ്ങൾ പറയുന്നു. സകല വേദശാസ്ത്ര ബ്രാഹ്മണ പശുക്കളുടെ പരിപാലകനും ജ്ഞാനമൂർത്തിയുമായ ഋഷഭദേവന്റെ പരിശുദ്ധ ധർമാചരണത്തെ ഞാൻ ഈ വിധം അങ്ങയോട് പറഞ്ഞു. ജനങ്ങളുടെ സകല പാപങ്ങളെയും നശിപ്പിക്കുന്നതിനും മംഗളങ്ങളെ സാധിപ്പിക്കുന്നതിനും സമർത്ഥമായിരിക്കുന്ന ഈ ചരിതത്തെ പരമവിശ്വാസത്തോടും ഏകാന്തഭാവത്തോടും കൂടി ഏതൊരുവൻ നിരന്തരം കേൾക്കുകയോ കേൾപ്പിക്കുകയോ ചെയ്യുന്നുവോ, ഈ രണ്ടു പേർക്കും സർവന്തര്യാമിയായ ഭഗവാൻ വാസുദേവനിൽ ഫലകാംക്ഷയോട് കൂടാതിരിക്കുന്ന പരമഭക്തി ഉണ്ടാകുന്ന പറഞ്ഞത്. ഇറ്റ് ഈസ് എൻ അഷൂറൻസ്. 17ാമത്തെ പ്രോസ് ശ്ലോകം നോക്കാം. യസ്യാമ്യേവ കവയ ആത്മാനം അവിരതം വിവിധ വ്യജിന സംസാര പരിതാപോപതപ്യമാനാമനുസവനം സ്നാപയന്തസ്യൈവ പരയാ നിർവൃത്യാ ഹി അപവർഗമാതൃന്ത്യകം പരമപുരുഷാർത്ഥം അഭി സ്വയമാസാദിതം നോ ഏവാധ്രിയന്തേ ഭഗവതീയത്വേനൈവ പരിസമാപ്ത സർവാർത്ഥാഃ എന്ന് പറഞ്ഞു. കേട്ടോളൂ അതിൻ്റെ വാക്കാർത്ഥം. യാതൊന്നിൽ തന്നെ വിവേകികൾ നാനാപാപകർമ്മ ഫലങ്ങളായ സംസാര ദുഃഖങ്ങളാൽ പരിതപിച്ചുകൊണ്ടിരിക്കുന്ന ആത്മാവിനെ ഇടവിടാതെ എപ്പോഴും സ്നാനം ചെയ്യിക്കുന്നവരായിട്ട് പരമസുഖത്താൽ താനേ തന്നെ വന്നു ചേർന്നതും നാശരഹിതവും സർവോത്തമവുമായ മോക്ഷത്തെയും ആദരിക്കുന്നില്ല നിശ്ചയം. ഭഗവത് സംബന്ധിയായിട്ട് തന്നെ വേണ്ട വിധം പ്രാപിച്ചിരിക്കുന്ന സർവാർത്ഥങ്ങളോട് കൂടിയവരാകുന്നു. മനസ്സിലായിണ്ടാവില്ല, അത് ഭാവാർത്ഥം വരണതിന്. നാനാവിധ പാപകർമ്മ ഫലമായ സംസാര ദുഃഖത്താൽ അത്യന്തം പരിതപിക്കുന്ന ആത്മാവിനെ ആ ഭക്തിയിൽ, അവിടെ ആത്മാവെന്ന് പറഞ്ഞ ജീവൻ എന്നുള്ള അർത്ഥം പറയണം. ഭക്തിയിൽ തന്നെ വിവേകികൾ സമർപ്പിക്കുന്നു. ഭക്തിയിൽ അതിനാൽ നിരന്തരം അവർക്ക് അനുഭവപ്പെട്ടു വരുന്ന പരമാനന്ദം നിമിത്തം അവരുടെ പ്രാർത്ഥനയില്ലെന്നിരിക്കലും ഭഗവാൻ അവരുടെ സമീപത്തേക്ക് അയച്ചിരിക്കുന്ന പരമപുരുഷാർത്ഥമായ മോക്ഷത്തെ കൂടി അവർ ആദരിക്കുന്നില്ല. എന്തുകൊണ്ടെന്നാൽ എല്ലാം ഭഗവത് സ്വരൂപമായിട്ട് തന്നെ അവർക്ക് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നു. നത്തിങ് എൽസ്, എല്ലാം ഭഗവാനാണ്. ഇതിൽ ലാസ്റ്റ് 18ാമത്തെ ശ്ലോകം 19 കൂടി അവസാനിക്കും. രാജൻ പതിർ ഗുരുരലം ഭവതാം യദൂനാം ദൈവം പ്രിയ കുലപതി ക്വചകിങ്കരോ വാ അസ്തേവമംഗ ഭഗവാൻ ഭജതാം മുകുന്ദോ മുക്തിം ദദാതി ഗർഹ്യചിത് സ്മന ഭക്തിയോഗാം. അതിൻ്റെ വാക്കാർത്ഥം പറഞ്ഞത്, ഹേ രാജാവേ, നിങ്ങളുടെയും യദുക്കളുടെയും പൂജ്യനായ ഗുരുവും ഉപാസ്യനും സുഹൃത്തും കുലമുഖ്യനും ചിലപ്പോൾ നിങ്ങളുടെ ഭൃത്യനുമായിട്ട് ഭഗവാൻ ഭവിക്കട്ടെ. ഹേ വത്സ, മുക്തിയെ ദാനം ചെയ്യുന്നവൻ
ഭജിക്കുന്നവർക്ക് മാത്രമേ ഉള്ളൂ, ഭജിക്കാത്തവർക്കില്ല. അവിടെയാണ് ഭഗവാൻ പക്ഷപാതകനാണോ? അല്ല. ധർമ്മം അനുവർത്തിക്കുന്നവരുടെ വെൽബീയിങ്സ് ഭഗവാൻ നോക്കും. അതാണ് പറഞ്ഞതിൻ്റെ താല്പര്യം. അപ്പോൾ മുക്തിയെ ദാനം ചെയ്യുന്നു, ഒരിക്കലും ഭക്തിയോഗത്തെ കൊടുക്കുന്നില്ല. ഭക്തിയോഗത്തെ കൊടുക്കുന്നില്ല. കാരണം എന്താ? അത് നമ്മൾ ഉണ്ടാക്കേണ്ടതാണ്. ഇനി അതിൻ്റെ ഭാവാർത്ഥം, ഭക്തി സുലഭയും മുക്തി ദുർലഭമാണെന്ന് ശങ്കിക്കേണ്ട. ഭക്തി സുലഭയും മുക്തി ദുർലഭയുമാണെന്ന് ശങ്കിക്കേണ്ട. പരമപ്രേമ ലക്ഷണയായ ഭക്തിയെ ഭഗവാൻ ദുർലഭമായിട്ടേ നൽകുന്നുള്ളൂ. ഭക്തി വളരെ കമ്മിയാണ്. നമ്മൾ വിചാരിക്കണം ഞാൻ ഭക്തനാണ്. അങ്ങനല്ല. ഭഗവാൻ പറയണം അയാൾ എൻ്റെ ഭക്തനാണ്. അത് അനുഭവം കൊണ്ട് കാണിച്ചു തരണം. വേണ്ടേ? അപ്പോൾ പറഞ്ഞു നൽകുന്നുള്ളൂ എന്ന് ഉപദേശിക്കുന്നു. ഹേ രാജൻ, പാണ്ഡവന്മാരായ നിങ്ങൾക്കും യദുക്കൾക്കും ഭഗവാൻ ഉപദേഷ്ടാവായും ഉപാസ്യദേവനായും പ്രിയ സുഹൃത്തായും കുലത്തെ വേണ്ടതുപോലെ പാലിക്കുന്ന നാഥനായും എന്നു വേണ്ട, ചിലപ്പോൾ ഭൃത്യനായിട്ടുകൂടി ഭവിച്ചിട്ടുണ്ട്. അത് ഭഗവാന്റെ ഇച്ഛയായിരുന്നു. അപ്പം നമ്മൾ ഭഗവാന്റെ ഇച്ഛയ്ക്ക് പാത്രീഭൂതരായോ നമ്മൾ രക്ഷപ്പെടും. എന്നാൽ എല്ലാവരിലും ഈ വിധമായ അനുഗ്രഹം ഉണ്ടാകുമെന്ന് കരുതേണ്ട. അതാണ്, നിരന്തരം ആശ്രയിക്കുന്നവർക്ക് ഭഗവാൻ മുക്തിയെ നൽകും. അപ്പൊ ആചാര്യൻ സ്റ്റേജ് കിട്ടിയാൽ പറയണം, നിങ്ങളിപ്പോൾ 7 ദിവസം കാശ് ചെലവാക്കി മറ്റുള്ളവർക്ക് ആഹാരം കൊടുത്തോ, കാര്യമൊക്കെ ശരിയാ. ബാക്കി 51 ആഴ്ചകളിൽ നിങ്ങൾ എന്താ ചെയ്യണത്? എത്ര ആടിനും കോഴീനെയും കഴിക്കുന്നുണ്ട്, എത്ര ലിക്വർ കുടിക്കുന്നുണ്ട്, എത്ര സിഗരറ്റ് ധൂമ്രപാനം ചെയ്യുന്നുണ്ട്? ഇതിൻ്റെ ദോഷം ആര് ചെയ്യും? ആരനുഭവിക്കും എന്ന് ചോദിച്ചാൽ തീരാവുന്ന കേസേ ഉള്ളൂ. പ്രശ്നമുണ്ടോ? അത് ചോദിക്കില്ല, അധികാരമില്ല. കാരണം എന്താ? ഇതിനൊരു സമ്പാദ്യ വിഷയമായിട്ട് സ്വീകരിച്ചു ആൾക്കാർ. ഇനി അതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റില്ല അവർക്ക്. അപ്പോൾ പറഞ്ഞു ഭക്തിയോഗത്തെ നൽകുകയില്ല. പരമപ്രേമ ലക്ഷണയായ ഭക്തി മുക്തിയേക്കാൾ ഗരീയസിയാണെന്ന് അറിഞ്ഞുകൊള്ളുക. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണത്. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്. മുക്തിനേക്കാൾ വലിയതാണ് ഭക്തി. 19ാമത്തെ ശ്ലോകം പറയണു, നിത്യാനുഭൂത നിജലാഭ നിവൃത്ത തൃഷ്ണ ശ്രേയസ്യ തദ്രരചനയാ ചിരസുപ്ത ബുദ്ധേ ലോകസ്യ കരുണയാ ഭയമാത്മലോക ആഖ്യാന്നമോ ഭഗവതേ ഋഷഭായ തസ്മൈ. അതായത് നിത്യവും അനുഭവിക്കുന്ന സ്വരൂപലാഭത്താൽ നശിച്ചിരിക്കുന്ന ആശയോടുകൂടിയ യാതൊരുവൻ ആത്മാവല്ലാത്തതിനെ രക്ഷിപ്പാനുള്ള പ്രവൃത്തിയാൽ ശ്രേയസ്സിൽ ചിരകാലമായിട്ട് ഉറങ്ങിക്കിടക്കുന്ന ബുദ്ധിയോടുകൂടിയ ലോകത്തിന് കരുണ നിമിത്തം ഭയത്തോടുകൂടാത്തതായ ആത്മതത്വത്തെ ഉപദേശിച്ചുവോ? എൻ്റെ ഗുരുനാഥൻ എനിക്ക് ചെയ്ത ഏറ്റവും വലിയ ഒരു വരദാനം എന്താ ചോദിച്ചാൽ, ഭയത്തോടുകൂടാത്തതായ ആത്മതത്വത്തെ നിഷ്കർഷിച്ച് പറയാനുള്ള ഒരു ത്വരിത ഉണ്ടാക്കി തന്നു. അങ്ങനെയാണ്. അതാണ് എന്നിൽ ഒളിച്ചിരിക്കുന്ന വാസനയെ അദ്ദേഹം കണ്ടുപിടിച്ചു. അതാണ് ഒന്നാമത്. എൻ്റെ ജീവിത രീതി ഡ്യൂ ടു ദി ഇൻ്റർകാസ്റ്റ് മാരേജ് ഓഫ് മൈ ഫാദർ ആൻഡ് മദർ വളരെയധികം പ്രശ്നങ്ങൾ ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. പക്ഷേ അത് വിചാരശീലനാവാൻ, വികാരം കൊണ്ട് കാര്യമില്ല എന്നും വിചാരം കൊണ്ടേ കാര്യമുള്ളൂ എന്ന് ഞാൻ മനസ്സിലാക്കി. അങ്ങനെയാണ് ഞാൻ ഈ ആധ്യാത്മിക പ്രതലത്തിലേക്ക് വരുന്നത്. അത് മനസ്സിലാക്കിയിട്ടുള്ള എൻ്റെ ഗുരുനാഥൻ ചെറുശ്ശേരിൽ ആർ കരുണാകരൻ പിള്ള സാറ് എന്തു ചെയ്തു? അതിനെ ഊന്നി കാര്യങ്ങൾ പറഞ്ഞു തന്നു. വെറുതെ താൻ ഈ കഥയിൽ കൂടെ സഞ്ചരിക്കണ്ട, തത്വശാസ്ത്രങ്ങൾ പഠിക്കൂ, അത് പറയൂ എന്നുള്ളൊരു ബോധം ഉണ്ടാക്കി തരിക ചെയ്തത്.
അത് അത് പ്രവർത്തന മണ്ഡലത്തിൽ വരുമ്പോൾ അതിൻ്റെ ആസ്വാദ്യത വർദ്ധിക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ ഒരു തീരുമാനം എടുത്തു. ഇതിന്ന് ഇനി പുറകോട്ടില്ല. ആര് എതിർത്താലും അങ്ങനെയുണ്ട്. അങ്ങനെയാണ്. കാരണം ഇതുകൊണ്ട് നമുക്ക് രക്ഷപ്പെടാൻ പറ്റുള്ളൂ എന്ന് ഭഗവാൻ പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ഭഗവാന്റെ വചനങ്ങളെ ഞാൻ സ്വീകരിച്ചു. മനസ്സിലായില്ലേ? അപ്പോൾ ഉപദേശിച്ചുവോ ഭഗവാനായ ആ ഋഷഭനായിക്കൊണ്ട് നമസ്കാരം എന്ന് പറഞ്ഞു. ഇനി ഇതിൻ്റെ ഭാവാർത്ഥം പറഞ്ഞിട്ട് നമുക്ക് നിർത്താം. എന്താ? ഋഷഭാവതാരത്തെ ശുകാചാര്യർ നമസ്കരിക്കുന്നു. നിരന്തരം അനുഭവിച്ചിരിക്കുന്ന ആത്മാനന്ദം നിമിത്തം യാതൊരു കാംക്ഷയുമില്ലാതിരിക്കുന്ന യാതൊരു ഭഗവാൻ ദേഹഭാവ നിമിത്തം അതിൻ്റെ പരിപാലന വിഷയത്തിൽ ഏർപ്പെട്ടിരിക്കയാൽ പരമശ്രേയോരൂപമായ മോക്ഷത്തെ ആലോചിക്കാതെ ഉറങ്ങിക്കിടക്കുന്ന സാധാരണ ജനങ്ങളെക്കുറിച്ചുണ്ടായ കാരുണ്യത്താൽ ഉപദേശത്താലും തൻ്റെ ആചരണത്താലും ആത്മതത്വത്തെ അവർക്ക് വെളിപ്പെടുത്തി കൊടുത്തുവോ ഭഗവാനായ ആ ഋഷഭദേവനായി കൊണ്ട് നമസ്കാരം എന്നാണ് പറഞ്ഞത്. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഇതി ശ്രീമദ് ഭാഗവതേ മഹാപുരാണേ പഞ്ചമസ്കന്ധേ സ്വരൂപസ്ഥിതി പ്രകരണേ ഋഷഭദേവാചരിത വൈരാഗ്യ നിരൂപണം നാമ ഷഷ്ടോധ്യായഃ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഏവർക്കും ശ്രീഹരിയുടെ അനുഗ്രഹാശിസ്സുകൾ നിർലോഭം ഉണ്ടാവട്ടെ എന്ന് സമാശ്വസിക്കുന്നതോടുകൂടി നമ്മുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥന ലോകാസമസ്ത സുഖിനോ ഭവന്തു ആയിരിക്കട്ടെ എന്ന് സ്മരിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം. നാളെ കാണാം.